ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ മാസം 8-ാം തീയതിയിലേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, 8-ാം തീയതിയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതാണ് ഈ മാസം 8-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. ഇന്ന് പരിഗണിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇന്നിപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് കോടതി നടപടിക്രമങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോടതിയിൽ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കൂട്ടുത്തരവാദിത്തമുണ്ട്, അതുകൊണ്ട് എനിക്ക് മാത്രം ഈ പ്രതിപട്ടികയിൽ ഒതുങ്ങില്ല എന്ന രീതിയിലുള്ള പരാമർശം തന്നെയാണ് ജാമ്യ ഹർജിയിൽ പത്മകുമാർ നടത്തിയിരിക്കുന്നത്. അതായത് കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം മന്ത്രിയിലേക്കടക്കം ചോദ്യമുനകൾ നീളുന്ന ഒരു നിലപാട് തന്നെയാണ് പത്മകുമാർ സ്വീകരിച്ചത്. മനോജ് ചേരുകയാണ്. മനോജ്, 8-ാം തീയതിയിലേക്ക് ജാമ്യാപേക്ഷ മാറ്റിക്കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ഈ തീയതി മാറ്റിയത്? മറ്റു വിവരങ്ങളും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പത്മകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അതിനുശേഷം ഇന്നാണ് ഈ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 8-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിഗണിക്കുന്നത്. നേരത്തെ പരിഗണിച്ചവരുടെയൊക്കെ തന്നെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇവർക്ക് ജാമ്യം നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 8-ാം തീയതിയോടെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷയിൽ കൃത്യമായും പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് താൻ മാത്രമല്ല ഇതിന് കൂട്ടുത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. അതായത് ബോർഡിലെ മറ്റംഗങ്ങൾക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഈ മിനിറ്റ്സിൽ ചെമ്പെന്ന് എഴുതി ചേർത്തത് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താൻ മാത്രം എങ്ങനെ കുറ്റക്കാരനാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ താൻ പ്രായമായ ആളാണ്, അതിനനുസരിച്ചുള്ള ഒരു പരിഗണന കൂടെ തനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു അപേക്ഷയും കൂടെ ഈ ജാമ്യ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 8-ാം തീയതിയിലേക്ക് മാറ്റുമ്പോൾ അതിൽ കൃത്യമായും വാദം കേൾക്കും. അതിനുശേഷമാകും വിധി ഉണ്ടാകുക. എന്തായാലും വിധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ വാദം ഉൾപ്പെടെ എന്ന് പറയുന്നത് ഈ കുറ്റക്കാർക്കൊന്നും തന്നെ, അതായത് നിലവിൽ അറസ്റ്റിലായവർക്കൊന്നും തന്നെ ജാമ്യം അനുവദിക്കേണ്ട ആവശ്യമില്ല, ഇവർക്കൊക്കെയുള്ള പങ്ക് വ്യക്തമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. അത് SIT സംഘവും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പത്മകുമാറിൻ്റെ പങ്ക് വ്യക്തമാണ്. SIT സംഘം പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. CPM നേതാവ് കൂടിയാണ്, അതായത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്, മുൻ MLA കൂടെയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും ഇതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കടകംപള്ളിക്ക് അടക്കം കുരുക്ക് വീഴുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് പാർട്ടിക്കുള്ളിലുള്ളത്. ഒപ്പം തന്നെ ഈ ജാമ്യാപേക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയെങ്കിലും പത്മകുമാറിന് ജാമ്യം ലഭിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ടല്ലേ? കാരണം അത്രത്തോളം നിർണായകമായ ഒരു കേസാണ്. ഇതിനകം ജാമ്യ ഹർജി സമർപ്പിച്ച മറ്റ് പ്രതികൾക്കൊന്നും കോടതി ജാമ്യം അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കോടതി നടപടിക്രമങ്ങൾ സ്വാഭാവികമായ ഒരു ഇടപെടലായി വേണം കാണാൻ, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഇതുവരെ ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല. പത്മകുമാറിനും ജാമ്യം അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം കൃത്യമായുള്ള കാര്യങ്ങൾ SIT സംഘം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ വാദവും. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ഗൗരവമായിട്ടുള്ള ഈ ഒരു ഘട്ടമാണ്. അതായത് ഈ 6 പേരിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നു. അവസാനമായി അറസ്റ്റിലാകുന്നത് പത്മകുമാർ, അതിനു മുമ്പായി N വാസു അടക്കം അറസ്റ്റിലാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഉന്നതരിലേക്ക് ഈ അന്വേഷണം എത്തും. അതായത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം അന്വേഷണം എത്തുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ പിടിയിലായവർക്കൊന്നും ജാമ്യം അനുവദിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശബരിമലയിലെ സ്വർണം കവർന്നവരെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. വലിയ പ്രതിഷേധവും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കാരണം ഇത്തരത്തിൽ അവിശ്വാസികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം നൽകുന്ന ഈ ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലയിൽ ഇരിക്കുന്നവർ തന്നെ ശബരിമലയിലെ സ്വർണം കവർന്നുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടു നൽകുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധം കൂടെ ഉയരുന്നത്. ഈ സർക്കാരിൽ നിന്നുള്ള പങ്ക് അത്
കൃത്യമായും ദേവസ്വം വകുപ്പിലുള്ള ആർക്കൊക്കെ ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് SIT സംഘം പരിശോധിച്ച് വരികയാണ്. പത്മകുമാറിനെ അടക്കം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്തിരുന്നു. ഇനിയും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. എന്തായാലും ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണവും ഈ അന്വേഷണ സംഘത്തിന് മേലുണ്ട്. അതായത് കൃത്യമായും അന്വേഷണം വിലയിരുത്തുക ഹൈക്കോടതിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഈയൊരു കേസുമായി, അതായത് 2 കേസുകളുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 കേസുകൾ, ഉദ്യോഗസ്ഥരടക്കം 2 കേസുകളിൽ പ്രതിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, സ്വർണ്ണ കവർച്ച കേസിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി മാസം 8-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.